എല്ലാ പേർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രാക്ടീസ് യൂണിവേഴ്സിന് നോ പറയാൻ പറ്റാത്ത ഒരു റൈറ്റിംഗ് പ്രാക്ടീസാണ് കേട്ടോ. നിങ്ങളിത് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതുന്ന കാര്യങ്ങൾക്ക് എസ് തന്നെയായിരിക്കും ഫലം. ചിലപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വാസമായെന്ന് വരില്ല. എന്താണ് പ്രാക്ടീസ് എന്ന് പറയാം കേട്ടോ. പ്രാക്ടീസ് ഉറപ്പായും എഴുതുന്നത് ഫുൾ ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നും വ്യത്യാസമുണ്ട്. വെറും 3 സെൻറ്റൻസിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതിൽ ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ സെൻറ്റൻസ് ആണ്. അത് ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. ആദ്യം പ്രാക്ടീസ് സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം. ഈ സെൻറ്റൻസ് എന്തുകൊണ്ടാണ് വർക്കാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതുന്നത്? ഒരു എക്സാമ്പിളിന്, എൻ്റെ ഈ ജീവിതത്തിന്, ഞാൻ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ ഒരു ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുമ്പോഴൊക്കെ എഴുതുന്നത് അല്ലേ. പക്ഷേ ഈ സെൻറ്റൻസ് പോസിറ്റീവാണ്, ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. പക്ഷേ നമ്മളത് വളരെ കീനായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത്രത്തോളം ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന അത്രയും യൂണിവേഴ്സിൽ എത്താൻ്റെ അത്രയും നമുക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. കുറച്ച് ഇതിനെയൊക്കെ ജനറിക് സിഗ്നൽസ് എന്ന് പറയും കേട്ടോ. യൂണിവേഴ്സിലോട്ട് പോകുന്ന ജനറിക് സിഗ്നൽസ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകണമെന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നു, ഏത് എനർജിയിലാണ് നമ്മൾ എഴുതുന്നത്, എന്ത് ഇമോഷനാണ് നമ്മളതിൽ കൊടുക്കുന്നതെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മളതിൽ ഉപയോഗിക്കുന്ന വേർഡ്സാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പ്രാക്ടീസാണ് ഞാനിന്ന് പറയുന്നത്. ഇത് 3 സെൻറ്റൻസ് എന്ന് പറയുന്നതിൽ 3 സ്റ്റെപ്പുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് പ്രസൻറ്റ് മൊമെൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇന്നീ നിമിഷം നിങ്ങളായി എഴുതുന്ന സമയത്ത് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങിനാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത്. അതിപ്പോൾ വലിയ കാര്യമാകണമെന്നില്ല, ചെറിയ കാര്യമായാൽ പോലും ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ നിമിഷം എനിക്ക് ഇത്ര അനായാസമായി ശ്വസിക്കാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ശ്വസിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അല്ലെങ്കിൽ ഇന്നീ നിമിഷം ഞാനും എൻ്റെ കുടുംബവും പരിപൂർണ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്, ഇല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഇതാണ് പ്രസൻറ്റ് മൊമെൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ വളരെ സമ്പന്നനായി, ഞാനും എൻ്റെ കുടുംബവും വളരെ സമ്പന്നതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇന്നീ നിമിഷം എന്ന് പറയുന്ന വേർഡായിരിക്കണം പ്രസൻറ്റ് മൊമെൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് സെൻറ്റൻസിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ചെറുതോ വലുതുമായ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താം കേട്ടോ. സെക്കൻഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡീറ്റെയിലിംഗ് എന്ന് പറയും. നമ്മൾ എഴുതുന്ന ഒരു കാര്യം, നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ എഴുതുന്ന ഒരു കാര്യത്തിന് വളരെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഒരു എക്സാമ്പിളിന്, ഈ ഒരു കാര്യം എന്ത് കാര്യമാണോ അത് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചതിലൂടെ ഞാൻ വളരെ സുരക്ഷിതത്വവും സമാധാനവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏതോ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ നല്ലൊരു യൂണിറ്റി ഉള്ള ഒരു കുടുംബം, ഇത് എൻ്റെ കൂടെ ഉള്ളത് കാരണം, എനിക്കതുള്ളത് കാരണം ഞാനിപ്പോൾ വളരെ സുരക്ഷിതത്വവും സമാധാനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി നേടിയെടുക്കാൻ സാധിച്ചതിലൂടെ ഞാൻ വളരെയധികം സന്തോഷം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇമോഷണൽ, നിങ്ങൾ നേടിയെടുത്ത ഒരു കാര്യം അതെങ്ങനെ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങൾ ചെറുതും വലുതുമായി നിങ്ങൾ നേടിയെടുത്ത ഒരു അച്ചീവ്മെൻറ്റ് തന്നെ അവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ, നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളാണ്, ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു നേടിയെടുത്തതിൻ്റെ ഒരു റിസൾട്ടും നിങ്ങൾ ഊഹിച്ചെടുക്കാൻ സാധിക്കുമല്ലേ ആ നിമിഷത്തിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ നേടിയെടുത്ത ഒരു അച്ചീവ്മെൻറ്റ്, ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്ത സമയത്ത് നിങ്ങൾ എന്ത് ഫീലിംഗാണ് അനുഭവിച്ചതെന്നുള്ള കാര്യം എഴുതി അതിൽ ഞാൻ നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നെന്ത് ചെയ്യുക. രണ്ടാമത്തെ ഇമോഷണൽ ഡീറ്റെയിലിങ്ങിൽ നിങ്ങൾ നേടിയെടുത്ത ഒരു ആഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക.
മൂന്നാമത്തെ സെൻറ്റൻസ് അത് എന്നോട് ചോദിച്ചാൽ ഞാൻ മാജിക്കൽ സെൻറ്റൻസ് ആണെന്നേ പറയുള്ളൂ കേട്ടോ. ഈ രണ്ട് സെൻറ്റൻസും പ്രസൻറ്റ് മൊമെൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡും രണ്ടാമത്തെ സ്റ്റെപ്പായ ഇമോഷണൽ ഡീറ്റെയിലിങ്ങും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. മാജിക്കൽ സെൻറ്റൻസ് ആണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വേണം ഈ ഒരു കാര്യം മൂന്നാമത്തേത് അതേപടി നിങ്ങൾ എഴുതുക കേട്ടോ. എഴുതേണ്ടത് ഇതുപോലെയുള്ള കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്, ഇല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഇതുപോലെയുള്ള കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്, ഇല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഇതാണ് ആ മാജിക്കൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ തൊട്ട് 2 സ്റ്റെപ്പിലും എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ബ്ലെസ്സിങ്സ് ആണോ നിങ്ങൾ എഴുതിയത്, അതുപോലുള്ള കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുകയാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത് ഒരു സീക്രട്ട് എന്താണ്, ഒരു മാനിഫെസ്റ്റേഷൻ പോലെയോ നമ്മളത് ഓരോ വട്ടം നമ്മൾ എഴുതുമ്പോഴും അത്രയും വൈബ്രേഷൻ ആയിരിക്കും യൂണിവേഴ്സിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതെന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവിങ് മോഡിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മാജിക്കൽ സെൻറ്റൻസ് എഴുതാൻ പറയുന്നത്. ഇനി ഈ പ്രാക്ടീസ് എപ്പോഴൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ 3 സെൻറ്റൻസ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സെൻറ്റൻസ് അതേപടി എഴുതി സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് അതുപോലെ എഴുതി ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു പീരീഡിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനം അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു പ്രാക്ടീസ് ഒരു ഡേയിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ഒരു ദിവസം വേണമെങ്കിൽ മാത്രം ചെയ്യാം. നിങ്ങൾക്ക് വളരെ നെഗറ്റിവിറ്റിയാണ്, ഞാൻ വല്ലാതെ ഓവർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ എഴുതാം. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച ഒരു ഫിനാൻഷ്യൽ ആദ്യത്തെ ഇതിൽ നിങ്ങൾക്ക് എഴുതാം, ഈ നിമിഷം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ പണം എൻ്റെ കയ്യിലുള്ളതിന് ഞാൻ നന്ദിയുള്ളവനാണെന്ന് എഴുതാം. സെക്കൻഡ് സെൻറ്റൻസ് ആണ്, എപ്പോഴെങ്കിലും നമുക്കൊരു അൺഎക്സ്പെക്റ്റഡായി കിട്ടിയ ഒരു പണത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. തേർഡ് എന്താണ്, ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളിലൂടെ എനിക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണെന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസായിട്ട് ഇത് കൊണ്ടുപോകാം. അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ്ഡ് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ളൊരു ദിവസത്തിൽ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് വേണമെങ്കിലും എഴുതാം. ഞാനത് കൺസിസ്റ്റൻ്റായിട്ട് എഴുതണം എന്ന് പറഞ്ഞില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായി നമ്മൾ ഒരു തവണ എഴുതിയാലും അതിൻ്റേതായ മാറ്റം നമ്മുടെ മനസ്സിന് ലഭിക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ വളരെ പവർഫുള്ളായിട്ടുള്ള യൂണിവേഴ്സ് എസ് പറയുന്ന ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് എഴുതി നോക്കി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ കേട്ടോ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.